15 വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കും. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകയില്ല. Praise the Lord. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകയില്ല. ഇന്ന് പകലെന്നെ കേൾക്കും ദൈവമല്ലേ, നീ അവനെ വിശ്വസിച്ച് സ്നേഹിച്ച് വിശ്വാസത്തോടെ ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണോ? നീ ലജ്ജിക്കാൻ അവൻ അനുവദിക്കയില്ല. നീ ലജ്ജിക്കാൻ അവൻ അനുവദിക്കയില്ല. നിന്റെ സഹോദരങ്ങളുടെ നടുവിലാകട്ടെ, നിന്റെ പ്രിയപ്പെട്ടവരുടെ നടുവിലാകട്ടെ, അല്ലെങ്കിൽ നിന്നെ വെറുക്കുന്നവരും നിന്നെ പകയ്ക്കുന്നവരും അല്ലെങ്കിൽ നിന്നെ ദുഷിക്കുന്നവരുമാകട്ടെ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ വിളിച്ചു പറയുക, ദൈവത്തിന്റെ വചനം അത് സത്യമാകിയാൽ നീ ലജ്ജിപ്പാൻ അനുവദിക്കയില്ല. നീ അവനെ സ്വീകരിച്ച വ്യക്തിയാണോ? നീ അവനെ സ്വീകരിച്ച വ്യക്തിയാണോ? സ്തോത്രം. പലരും നിന്നെ ലജ്ജിപ്പിക്കും, ലോകം നിന്നെ ലജ്ജിപ്പിക്കും, ലോകക്കാർ നിന്നെ ലജ്ജിപ്പിക്കും, നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ ലജ്ജിപ്പിക്കും. എന്നാൽ ആ രക്ഷകൻ നിന്നെ ലജ്ജിപ്പിക്കയില്ലെന്ന് സ്തോത്രം. അവൻ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. സംഗീതക്കാരോട് പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകില്ല. ലജ്ജിപ്പിക്കാത്ത ആ സ്നേഹത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം, ആ രക്ഷകനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമെങ്കിൽ, ആ രക്ഷകൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു വരുമെങ്കിൽ, ദൈവവൈദ്യരെ നിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവം. പൈസലോ ആ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്നവര്. ഒരു നിമിഷം കൊണ്ടൊക്കെയാ ജീവിതത്തിലെ സ്ഥിതികളൊക്കെ മാറുന്നത്. പ്രതീക്ഷിക്കാത്ത നേരത്തെ അതിന്റെ സ്ഥിതി മാറുന്നത്. നമുക്കറിയാം, ഈ 2 ശമൂവേലിന്റെ പുസ്തകം നാം പരിശോധിച്ച് അതിന്റെ 9-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ, അതിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊക്കെ നാം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ദാവീദ് രാജാവായപ്പോൾ താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ദാവീദ് എന്താ പറയുന്നത്? യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. എന്ന് വെച്ചാൽ യോനാഥാനുമായിട്ട് ദാവീദിനൊരു ബന്ധമുണ്ട്. യോനാഥാന് ദാവീദുമായിട്ടൊരു ബന്ധമുണ്ട്, ഉടമ്പടിയുണ്ട്. നീ ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടി ഉണ്ടല്ലോ. യോനാഥാൻ ജീവിച്ചിരിക്കുമ്പോൾ ദാവീദുമായിട്ട് ചെയ്ത ഒരു ഉടമ്പടി. യോനാഥാൻ ഇല്ല, യോനാഥാൻ പോയി, ലോകത്തിൽ പോയി. എങ്കിലും യോനാഥാൻ ദാവീദിനോട് ചെയ്തൊരു ഉടമ്പടിയുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, നീ ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടി ഉണ്ടല്ലോ, നിന്റെ തലമുറമേ ദൈവം നിവർത്തിക്കുന്നവനാ. നീ ദൈവവുമായി ചെയ്ത ഉടമ്പടി ഉണ്ടല്ലോ, അവൻ മറന്നു കളയാതെ തലമുറമേ അത് നിവർത്തിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം ഓർക്കണം കേട്ടോ. സ്തോത്രം. യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഉണ്ട് കേട്ടോ, ഒരുത്തനുണ്ട്. സ്തോത്രം. 2 കാലും മുടന്തനായ, ശേഷിയില്ലാത്ത, കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത ഒരു മകനുണ്ട് കേട്ടോ. സ്തോത്രം. ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. ശീവരാജാവിനോട് പറയുക, ഇങ്ങനെ ഒരുത്തനുണ്ട് കേട്ടോ. ആ കുലത്തിൽ 2 കാലം മുടന്തനായ ചത്ത നായെ പോലുള്ള ഒരുവൻ ആ വീട്ടിലുണ്ട്. ദാവീദ് പറയുന്നതുവാ, അവനെ കൊണ്ടുവാ. ഇന്ന് പകൽ മറ്റുള്ളവർ നീ ഒന്നുമല്ല എന്ന് തോന്നിയാലും, നീ അർഹതയില്ലാത്തവനായാലും, നീ യോഗ്യതയില്ലാത്തവനായാലും, നീ അംഗഹീനനായാലും, നിന്നെ മറന്നു കളയാത്ത ഒരു ദൈവമുണ്ട് കേട്ടോ. യോനാഥാൻ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ എന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കും കേട്ടോ. അവൻ എന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, പിതാക്കന്മാരുള്ള ദൈവത്തിന്റെ ഉടമ്പടി ഓർത്ത് തലമുറ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. പിതാക്കന്മാരുടെ
ദൈവത്തിന്റെ നീതിയെ ഓർത്ത് അവരെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. യോഗ്യതയില്ലെന്ന് വന്നാലും അവനെ യോഗ്യനാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം, ഒരു ദൈവത്തിന്റെ കരുതലുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. രണ്ടു കാലം മുടന്തനായവൻ രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിപ്പാനുള്ള അർഹതയും യോഗ്യതയുമാക്കി തീർത്ത ആ ദൈവത്തിന്റെ വിശ്വസ്തത ഇന്ന് പകൽക്കാലം രക്ഷ നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ യോഗ്യതയെ അയോഗ്യതയെ മാറ്റിക്കൊണ്ട് നിന്നെ യോഗ്യനാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമുണ്ട്. രാജഭോജനം അനുഭവിപ്പാൻ, രാജമന്ദിരിപ്പാനുള്ള അവകാശവും അധികാരവും തന്ന് നിന്റെ ഹല്ലേലൂയ നിന്റെ അയോഗ്യതയെ മറച്ചു കളയുന്ന മേശ നിന്റെ മുകളിലുള്ളപ്പോൾ ആ കൂട്ടായ്മ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമാ, നിന്റെ ജീവിതത്തിൽ അത് വിടുതലാ. ഇസ്രായേലിൽ നിന്ന് രക്ഷ വന്നെങ്കിൽ, സിയോനിൽ നിന്ന് രക്ഷ വന്നെങ്കിൽ ദൈവത്തിന്റെ പൈതലേ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇന്ന് മകൾ നാം മറന്നു പോകല്ലേ, സ്ഥിതി മാറ്റുന്നവരുടെ ആരും പ്രതീക്ഷിച്ചില്ല ഈ മുടന്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകുമെന്ന്. കുടംകുലങ്ങളൊന്നൊന്നായി തകർന്നുപോയി, ശൗലിന്റെ ഗ്രഹം തകർന്നുപോയി, യോനാഥാൻ മരിച്ചുപോയി. അല്ലേലോ എങ്കിലും അല്ലേലോ ദൈവത്തിന്റെ ഉടമ്പടി മറന്നു പോകാതെ, ദാവീദ് മറന്നു പോകാതെ, ദാവീദിനോട് യോനാഥാൻ ചെയ്ത ഉടമ്പടി മറന്നു പോകാതെ ഓർക്കുന്ന ഒരു ദാവീദ്, ഹല്ലേലൂയ ക്രിസ്തുവിന് നിഴലായി ഇവിടെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദാവീദിന്റെ കുലത്തിൽ പിറന്ന ദാവീദിന്റെ രാജാവായിരിക്കുന്ന ദാവീദിന്റെ കുലത്തിൽ പിറന്ന, ദാവീദിന്റെ ഗോത്രത്തിൽ പിറന്ന ഹല്ലേലൂയ യേശു നിന്നെ മറക്കുന്നവനല്ല കേട്ടോ, നിന്നെ മറക്കുന്നവനല്ല. നിന്റെ ബലഹീനതയെ മറ്റുള്ളവർ നോക്കി പരിഹസിക്കുമ്പോ, നിന്റെ ബലഹീനത തന്നെ നോക്കി അല്ലെങ്കിൽ നിന്ദിക്കുമ്പോ ആ ബലഹീനതയിൽ കരുണ തോന്നുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹം നിന്നെ അവന്റെ മേശയിലേക്ക് എത്തിക്കുന്നതാണെന്ന് ഇന്ന് പകൽ ദൈവമക്കളെ നീ അറിയാതെ പോകല്ലേ. Praise the Lord. Hallelujah. ദൈവത്തിന്റെ ജനമേ, രക്ഷ വന്നാൽ അല്ലെങ്കിൽ രക്ഷകൻ വന്നാൽ നിന്റെ സ്ഥിതി മാറും, നമ്മുടെ സ്ഥിതി മാറും. നമുക്ക് വളരെ സുപരിതമായ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ഈ രക്ഷകൻ നമ്മിൽ വന്നാൽ, ഒരു വ്യക്തിയിൽ വന്നാൽ അവന് വലിയ വ്യത്യാസമുണ്ടാകുന്നു. ഒരു രക്ഷകൻ, ഈ രക്ഷകൻ നിന്റെ ഭവനത്തിൽ വന്നാൽ നിന്റെ ഭവനത്തിന്റെ സ്ഥിതി മാറും. ഇന്ന് പകൽ ഈ ദൈവശബ്ദം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ രക്ഷകനെ നിന്റെ ജീവിതത്തിലേക്കൊന്ന് സ്വീകരിക്കുവാൻ, ആ രക്ഷകനുമായിട്ടൊരു പ്രോമിസ് ചെയ്യുവാൻ, ആ രക്ഷകനെ നിന്റെ വീട്ടിലേക്കൊന്ന് ക്ഷണിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ഭവനത്തിന്റെ സ്ഥിതി മാറ്റുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവാണെന്ന് ഇന്ന് പകൽ നാം തിരിച്ചറിയണം. നമുക്കറിയാം, നമുക്ക് വളരെ സുഖിതമായ ഒരു ഭാഗം കൂടിയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 19-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം പഠിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ചുങ്കക്കാരിൽ പ്രമാണിയായ ധനവാനായ ഒരു മനുഷ്യനെ കുറിച്ച്, സക്കായി എന്ന് പേരുള്ള മനുഷ്യനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുങ്കക്കാരിൽ പ്രധാനിയ, അവൻ സൂപ്പർവൈസറാ കേട്ടോ. അവൻ അത് വളരെ വളരെ അത് അവന് ധനികനായ മനുഷ്യൻ, അവന് ഒന്നിനും കുറവില്ല, പണത്തിന് കുറവില്ല. ലോകപരമായി നോക്കിയാൽ അവന് പൊസിഷനുണ്ട്, നല്ല പൊസിഷനുണ്ട് കേട്ടോ. എല്ലാ പൊസിഷനും അവൻ ഇരിക്കുമ്പോൾ ധനികനായ ഈ മനുഷ്യൻ, സക്കായി എന്ന് പേര് പറഞ്ഞ മനുഷ്യൻ, അവന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തൊരാഗ്രഹം, യേശു എങ്ങനെയുള്ളവനാണെന്ന് കാണണമെന്നൊരാഗ്രഹം. നമുക്ക് വളരെ സുപരിതമാണ്. ഇന്ന് പകൽ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ദൈവപൈതലേ, നീ അതിന് വില കൊടുത്താൽ, നീ അതിന് വില കൊടുക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് നാം മറന്നു പോകല്ല.
നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. ശേബാരാജ്ഞി ശലോമോന്റെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ അവന്റെ ആ രാജകൊട്ടാരത്തിന്റെ ആ അവസ്ഥകളെ കുറിച്ചുള്ളതായ സ്ഥിതികളെ അവൾ കേട്ടറിഞ്ഞപ്പോൾ അങ്ങനെ തന്നെയോ വാസ്തവമാണോ എന്ന് അറിയേണ്ടതിന് അവൾ കാണേണ്ടതിന് വേണ്ടി കടന്നു വരികയാണ്. നീ ഇന്നലകളിൽ കേട്ട യേശുവിനെ കുറിച്ച് അത് വ്യക്തമായി ഒന്ന് തിരിച്ചറിയേണ്ടതിന്, യേശുവിന്റെ അരികിലേക്കൊന്ന് വരുവാനുള്ള ഒരു മനോഭാവം, ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നീ കടന്നു വരുന്നുവെങ്കിൽ ഇന്ന് പകലൊന്ന് മനസ്സിലാക്കുക, നിന്നെ മാനിച്ചാദരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നേ. ശേബാരാജ്ഞി വളരെ പ്രയാസങ്ങൾ സഹിച്ച് കടന്നു വരികയാണ്, വളരെ പ്രതികൂലങ്ങൾ സഹിച്ച് കടന്നു വരികയാണ്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ രാജാവിനെ കാണുവാൻ, മുഖം കാണിക്കുവാൻ, അവന്റെ പരിവാരങ്ങളെ കാണുവാൻ, രാജകൊട്ടാരത്തെ അവന്റെ സേവകരെ കാണുവാൻ, അവരുടെ പരിചാരകരെ കാണുവാൻ, അവരുടെ നിപ്പും അവരുടെ നടപ്പും അവരുടെ പരിചരണവും ഒക്കെ കാണേണ്ടതിന് വേണ്ടി അവൾ വളരെ ത്യാഗം സഹിച്ച് രാജാവിന്റെ അരികിലേക്ക് വരികയാണ്. സ്തോത്രം. രാജാവ് അവൾ മടങ്ങിപ്പോകുമ്പോൾ അവൾ ചോദിച്ചതെല്ലാം അവന് കൊടുത്തു. സ്തോത്രം. ചോദിച്ചതെല്ലാം കൊടുത്തു. രാജോദ്യമായി സമ്മാനം നൽകി അവളെ മടക്കി അയച്ചു. അവൾ പറയുന്നൊരു കാര്യമുണ്ട്, അയ്യോ ഞാൻ കേട്ടത് ഇത്രത്തോളം ഇല്ല കേട്ടോ, ഞാൻ ചെറിയൊരു ഭാഗം മാത്രമേ നിന്നെ കുറിച്ച് ഞാൻ അവിടെ ആയിരുന്നപ്പോ കേട്ടുള്ളൂ, അതെന്റെ കണ്ണുകൊണ്ട് കാണാൻ ഇടയായി എന്ന് പറയുന്ന ആ ദൈവികമായ ശബ്ദത്തെ ഇന്ന് പകൽ ദൈവവൈദ്യരെ ഒന്ന് കേൾക്കുവാൻ, കാണുവാൻ, അനുഭവിച്ചറിവാൻ ഇടയാകട്ടെ. ഇന്നലെ നീ കേട്ടതല്ല, അവരെ ഒന്ന് നേരിട്ട് കാണുവാൻ ഇടയാകുമെങ്കിൽ, അവന്റെ അരികിലേക്കൊന്ന് വരുവാൻ ഇടയാകുമെങ്കിൽ, ഇന്നലെ നീ കേട്ടത് അല്ല, അതിനപ്പുറമായ ഒരു ദൈവികമായ സത്യോ, ഒരു ആത്മീയമായ അനുഭവമോ നിന്റെ ജീവിതത്തിൽ പങ്കുവയ്ക്കുവാൻ ഇടയാകുമെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിയണം. ഈ ധനികനായ ചുങ്കക്കാരനായ സക്കായി, പ്രമാണിയായ സക്കായി യേശുവിനെ എങ്ങനെയുള്ളവനെന്ന് കാണേണ്ടതിന് അവിടേക്ക് വരികയാണ്. പക്ഷെ ഒരു പ്രശ്നം, വലിയ പുരുഷാരം യേശുവിന് ചുറ്റും ഉള്ളത് കൊണ്ട് അവൻ യേശുവിനെ കാണാൻ കഴിയുന്നില്ല. കാരണം അവൻ സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ പോലെയല്ല. അവൻ കുറവുള്ളവനാണ്, അവന് നല്ല നീളം കുറഞ്ഞവനാണ്. നമുക്കിതൊക്കെ ഒത്തിരി അറിയാവുന്ന കാര്യങ്ങളാണ്. സാധാരണപ്പെട്ടവരെ പോലെ അല്ലാത്ത ഒരു മനുഷ്യൻ, മറ്റുള്ളവരുടെ പോലെ പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത ഒരു മനുഷ്യൻ, ആരും അവനെ അത്രത്തോളം മാനിക്കുകയില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ കണ്ടാൽ പുറമേ ഒന്ന് ചിരിച്ചില്ലെങ്കിലും അകം കൊണ്ട് ചിരിക്കും. അകം കൊണ്ട് നിന്ദിക്കുന്നവർ, അകം കൊണ്ട് ദുഷിക്കും. നിന്റെ ജീവിതത്തിന്റെ ശാരീരികമായ അവസ്ഥയെ കണ്ടിട്ട് പുറം കൊണ്ടല്ലെങ്കിലും അകം കൊണ്ട് ചിരിക്കുന്ന പലരും നിന്റെ ചുറ്റുപാടിലുള്ളപ്പോ നിന്റെ അകത്ത് കയറിയിരിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം, യേശുവിനെ കാണാനുള്ള സ്നേഹം നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് തിങ്ങി നിറയുന്നുവെങ്കിൽ ഇന്ന് പകുതി മനസ്സിലാക്കുക, നീ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ കൂടി ദൈവത്തിന്റെ സ്നേഹം നിന്നെ തേടി വരുമെന്ന് ഇന്ന് പകുതി തിരിച്ചറിയണം. പലരും ഉണ്ടല്ലോ, കാണുമ്പോൾ എന്തൊരു സ്നേഹം, അകത്ത് ഞറുമ്പുന്ന, അകത്ത് സന്തോഷിക്കുന്ന വലിയ ഒരു ജനസമൂഹത്തിന്റെ നടുവില നിന്റെ തകർച്ച, നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി കണ്ടിട്ട്, നിന്റെ ഭാരം കണ്ടിട്ട്, നിന്റെ ജീവിതത്തിന്റെ ശാരീരികമായ അവസ്ഥ കണ്ടിട്ട് പുറമെ ഹല്ലേലൂയ ഒന്നും പറയുന്നില്ലെങ്കിലും, സൈലന്റ് ആണെങ്കിലും അകത്ത് ഹല്ലേലൂയ സന്തോഷിക്കുന്ന, അകത്ത് ചിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. പറന്നു പോകരുത്. ഞാൻ നിങ്ങളെ ലജ്ജിപ്പാൻ ഭോഷത്വമായി ഇതിനെ തെരഞ്ഞെടുത്ത ആ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവം നിന്റെ സ്ഥിതി മാറ്റും. മനസ്സിലാക്കുക, ഈ സക്കായിക്ക് നേരിട്ട് യേശുവിനെ കാണാൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോൾ അവൻ എന്താ ചെയ്തത്? മുൻപോട്ട് ഓടി.
യേശു വരുന്ന വഴിയെ താൻ മുമ്പോട്ടോടി ഒരു കാട്ടത്തി മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. നാം മനസ്സിലാക്കി എത്ര പാടുപെട്ടായിരിക്കും. ചെറിയ കൈയുള്ള ചെറിയ കാലുള്ള മനുഷ്യൻ ഒരു മരത്തിൽ കയറണമെങ്കിൽ പെടുന്ന പാടത്ര വലുതായിരിക്കും. വളരെ ത്യാഗം സഹിച്ച്, കഷ്ടം സഹിച്ച്, വേദന സഹിച്ച്, ഹല്ലേലൂയ, അവന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് യേശു എങ്ങനെയാണുള്ളവരെന്ന് കാണണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിന്റെ ജീവിതത്തിന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിനെ കാണുവാൻ നിന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽ ഹല്ലേലൂയ, നിന്റെ ആഗ്രഹത്തെ സഫലീകരിക്കും. ഏത് പരിസ്ഥിതിയിലായിരുന്നാലും യേശുവിനെ കാണാനുള്ള ഒരു ആഗ്രഹം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ തിരിച്ചറിയുന്ന ദൈവമാ. ഇന്ന് പകൽ സ്വർഗം വിളിച്ചു പറയുക, നീ ഇറങ്ങി വാ. നീ ആയിരിക്കുന്ന മണ്ഡലം നീ ഇറങ്ങി വാ. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നീ ഇറങ്ങി വാ. നീ ആയിരിക്കുന്ന അവസ്ഥ നീ ഇറങ്ങി വാ. യേശു പറയാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാ. ഒന്ന് കാണാനേ ആഗ്രഹിച്ചു. കഥാ പറയാ, ഞാൻ ഇന്ന് കൂട്ടി വീട്ടിലേക്ക് വരിക. ഇന്നലെ പകച്ചു നോക്കി തുറച്ചു നോക്കി ജനത്തിന്റെ നടുവിൽ കൂടി ഈ മനുഷ്യൻ വളരെ ബന്ധപ്പെട്ടിറങ്ങി യേശുവിനെ കൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുക. നീ ആഗ്രഹിക്കുമോ? നീ കാണാനേ ആഗ്രഹിച്ചുള്ളൂ, എന്നാൽ യേശുവിന്റെ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുക. യേശുമായിട്ട് കടന്നു പോവുകയാണ്. എല്ലാവരും തുറച്ചു, ദേശക്കാരെല്ലാം തുറച്ചു നോക്കിയത് എന്താ സംഭവിച്ചിരിക്കുന്നേ? ദൂരെ നോക്കിയ അദ്ദേഹം ദൂരെ നോക്കി വലിയ അദ്ദേഹം തന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ചിന്തിച്ചു, അയ്യോ വലിയൊരു ജനക്കൂട്ടം വരുന്നില്ല, എന്താ കാര്യം? അച്ചാര് വല്ല പറ്റിയോ? അല്ലെ മുമ്പേ വരുന്ന ആ മനുഷ്യനെ കണ്ട് അല്ലോ അച്ചാൻ വലിയ ജനക്കൂട്ടമായിട്ടൊക്കെ വരുന്നുണ്ട്, എന്താ കാര്യം? എന്താ? എല്ലാവരും വളരെ ആകാംക്ഷഭരിതരായി നോക്കി നിൽക്കുകയായിരിക്കാം. എന്താണ് ഇവിടെ സംഭവിച്ച കാര്യം? എന്താ? സകലരും നോക്കി നിൽക്കേ, സകലരും അതിശയപ്പെടുമാറ് മുമ്പിലുണ്ടായിരുന്ന യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ റൂട്ട് മാർച്ചിൽ ഇല്ലാത്ത ഒരു യാത്രയാ കർത്താവിന്റെ ക്രമീകരണം. മുമ്പേ ഉണ്ടായിരുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ റൂട്ട് മാർച്ചിൽ യേശുവുമായിട്ടുള്ള യാത്ര ഇല്ലാത്ത ഒരു പ്രത്യേകമായ യാത്ര സ്വർഗം ക്രമീകരിക്കുക. ഈ സഖായിയുടെ ഭവനത്തിലേക്ക് തന്റെ ജീവിതത്തിലെ കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ അവൻ പറയുന്നുണ്ട്. തന്റെ ജീവിതം ശരിക്കൊരു മാനസാന്തരം, രക്ഷ വന്നാൽ ശരിക്കൊരു മാനസാന്തരം ഉണ്ടാകുന്നത്. ഇന്ന് പകൽ നീ എങ്ങനെ രക്ഷിക്കപ്പെടുന്നു? നീ ശരിക്കൊരു രക്ഷകൻ നിന്റെ ജീവിതത്തിൽ വന്നാൽ, രക്ഷകൻ നിന്റെ വീട്ടിൽ വന്നാൽ വലിയൊരു മാനസാന്തരത്തിന്റെ ഉടമസ്ഥനായി മാറും. അവൻ പറയുന്നത് കാര്യം, ഞാൻ വല്ല ചതിവായിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതൊക്കെ ഞാന് മടക്കി കൊടുത്തേക്കാം. അതൊക്കെ ഞാൻ മടക്കി കൊടുക്കും. ആരും പറഞ്ഞില്ല, യേശു ഒന്നും പറഞ്ഞില്ല, കൂടെ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ മാനസാന്തരം ഉണ്ടായപ്പോൾ അവൻ ചെയ്ത പ്രവൃത്തിയെ കുറിച്ചൊരു ബോധ്യമുണ്ടായി, അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധ്യമുണ്ടായി, അവൻ ചെയ്ത പാപത്തെ കുറിച്ച് ബോധ്യമുണ്ടായി. അവൻ പറയാ, ഞാൻ വല്ല ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കുന്ന 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കും. ഇനി എനിക്കത് വേണ്ട. ആ പാപത്തിന്റെ കറ എന്റെ വീട്ടിൽ വേണ്ട. ആ പാപത്തിന്റെ കറ എന്റെ ജീവിതത്തിൽ വേണ്ട. ഞാനത് മടക്കി കൊടുക്കും. കഥ പറഞ്ഞത് ആരും പറഞ്ഞിട്ടല്ല കേട്ടോ, അതാ മാനസാന്തരം. ഇന്ന് പകലിൽ ആ രക്ഷകൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ നിനക്ക് ശരിയായ മാനസാന്തരം ഉണ്ടാകും. നിന്റെ വീട്ടിലേക്ക് വന്നാൽ ഒരു വലിയ മാനസാന്തരത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. എന്താ പറയുന്ന കാര്യം? എന്താ? ഇവനും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ പാരമ്പര്യം നോക്കിയാൽ അവൻ അബ്രഹാമിന്റെ പാരമ്പര്യമുള്ളവനാണ്. പാരമ്പര്യം നോക്കിയാൽ പലതുപോലെ പറയാനുണ്ട്. പ്രൈസലോ, തോമാസ്ലിയുടെ കുടുംബത്തിൽ പറഞ്ഞവനാണെന്ന് പറയാൻ കഴിയും. പ്രൈസലോ, ഹല്ലേലൂയ, അങ്ങനെ പലതും പറയാൻ കഴിയും.
വലിയ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയും കുലങ്ങളും ഒക്കെ പറയാൻ കഴിയും. എന്നാൽ ഇന്ന് പകൽ സ്വർഗം നിന്നെ കുറിച്ച് പറയോ, അവൻ അബ്രഹാമിന്റെ സന്തതിയാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. എപ്പോഴാ പറഞ്ഞേ? ഒത്തിരി പണം ഉണ്ടായിരുന്നോണ്ടാണ് രക്ഷ വന്നേ. പണം ഉണ്ടാവുന്ന ഒരു ഇഷ്ടം പോലെ, പണത്തിന് യാതൊരു കുറവുമില്ല. നമ്മളൊക്കെ വിചാരിച്ചു കുറച്ച് പണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ രക്ഷയെ കർത്താവ് നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? ഹലോ, അങ്ങനല്ലയോ? കുറച്ച് പണവും കാര്യങ്ങളും പ്രതാപവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്തുവാ? കർത്താവ് എന്റെ സ്വന്തമാണ്, കർത്താവിനോട് കൂടെ ഉള്ളത് കൊണ്ടാ ഇതൊക്കെ എനിക്കുള്ളതെന്നാ പറയുന്നത്. എന്നാ ഈ മനുഷ്യന് എല്ലാം ഉണ്ട് കേട്ടോ, ഒന്നിനും കുറവില്ല. ഇഷ്ടം പോലെ പണമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല സാക്സസ് ഉള്ള ജോലിയുണ്ട്. പക്ഷെ അവിടെ എന്തില്ലായിരുന്നു? പാരമ്പര്യമുണ്ട് കേട്ടോ, അബ്രഹാമിന്റെ പാരമ്പര്യമുണ്ട്. പക്ഷേ എല്ലാം ഉണ്ടെങ്കിലും ഇല്ലാത്ത ഉണ്ടായിരുന്നു, രക്ഷയില്ലായിരുന്നു. കർത്താവ് അവിടെ വന്നപ്പോൾ ആ വീട്ടിൽ രക്ഷയുണ്ടായി, ആ വീടിന് രക്ഷയുണ്ടായി. യവനും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ആ വീടിന്റെ മുഖച്ഛായ മാറി, ആ വീടിന്റെ സ്ഥിതി മാറി, ആ വീടിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. ഇന്ന് പകൽ നിന്റെ വീടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടി ആ രക്ഷകൻ നിന്റെ വീട്ടിലേക്കൊന്ന് വരുവാൻ, ആ രക്ഷകനെ നിന്റെ ജീവിതത്തിലേക്കൊന്ന് വരുവാൻ. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് പകൽ ആ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുവാൻ നിന്റെ സ്ഥിതി മാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജീവിത സ്ഥിതികൾക്ക് വ്യത്യാസം വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിന് ഒരു വലിയ വലിയ രൂപാന്തരം വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ആയിരിക്കുന്ന പരിസ്ഥിതിയിൽ നിന്ന് നിനക്കൊരു വിടുതൽ വേണമെന്ന് നിനക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? നിന്നോടുള്ള ദൈവത്തിന്റെ പ്രോമിസ് നിവർത്തിക്കപ്പെടേണ്ടതിന് വേണ്ടി, നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടേണ്ടതിന് വേണ്ടി, ആ രക്ഷ ജീവിതത്തിൽ കടന്നു വരുവാൻ തടസ്സമായിരിക്കുന്ന സകല അവസ്ഥകളെ ഒന്ന് മാറ്റിക്കൊണ്ട് ആ രക്ഷകനെ നിന്റെ ജീവിതത്തിലേക്കൊന്ന് സ്വീകരിക്കുവാൻ നിന്നോട് അരുളിച്ച ദൈവത്തിന്റെ വാഗ്ദത്തം, നിന്റെ തലങ്ങളോട് അരുളിച്ച ദൈവത്തിന്റെ വാഗ്ദത്തം, അത് ദൈവം മറന്നു കളയുന്ന ദൈവമല്ല, അവനത് നിവർത്തിക്കുന്ന ദൈവമാണ്. കാലങ്ങൾ കഴിഞ്ഞാലും നാളുകൾ കഴിഞ്ഞാലും ആ ദൈവത്തിന്റെ ശബ്ദം ദൈവം അല്ലല്ലോ മറന്നു കളയാതെ അവൻ ഓർത്ത് ആദരിക്കുന്ന ദൈവമാണ്. ഓ യോനാഥാൻ നിമിത്തം ദാവീദ് തന്റെ ശൗലിന്റെ ഗ്രഹത്തിൽ അതേ മുടന്തനായ ഈ മനുഷ്യനെ ഓർത്തുവെങ്കിൽ ദൈവമേ, കാലങ്ങൾ കഴിഞ്ഞാലും നിന്നെ ഓർത്ത് തലമുറകൾ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഇന്ന് പകൽ നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നിന്റെ സ്ഥിതി മാറുവാൻ ഒരൊറ്റ നിമിഷം മതി. നിന്റെ സ്ഥിതി മാറുവാൻ ഒറ്റ നിമിഷം മതി. ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്ഥിതി മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവ്, രക്ഷ നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ സ്ഥിതി മാറും. സ്ഥിതി മാറും. ഒറ്റ രാത്രി മതി നിന്റെ സ്ഥിതി മാറാൻ. നമുക്ക് വളരെ സുഹൃതമായ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 32-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ നാം താഴോട്ട് പഠിച്ചാൽ, യാക്കോബ് യാബോക്കിന്റെ കടൽക്കരയിൽ നിൽക്കുകയാണ്. തന്റെ മുൻപിൽ ഒരു വലിയ ഭീഷണിയുണ്ട്. എന്താണെന്നറിയാമോ? തന്റെ സഹോദരനായ ഏശാവ് തന്നെ കാണാനായിട്ട് താൻ വരുന്നതുള്ളവർ അറിഞ്ഞപ്പോ തന്നെ കാണാനായിട്ട് വരിക, പുറപ്പെട്ടിരിക്കുക. അപ്പൊ തന്റെ അകത്തൊരു വലിയ ഭയം. എന്താണ്? തന്റെ സഹോദരൻ എന്നെ കൊന്നുകളയും, ഇല്ലാതെയാക്കി കളയുന്നൊരു ചിന്ത തന്റെ ഉള്ളിൽ വന്നു. കാര്യം എന്ന് അറിയാമോ? ഒരിക്കൽ സഹോദരനെ ചതിച്ചുകൊണ്ട് ഓടിപ്പോയവനാ.
ഇന്നലകൾ നീ സഹോദരനെ ചതിച്ചവനാ. ഇന്നലകൾ അവൻ ഹല്ലേലൂയ സഹോദരന് ദോഷമായിട്ട് ചെയ്തവനാ. അവന് ലഭിക്കേണ്ട നന്മകളും അവകാശങ്ങളും നീ കൈവശമാക്കിയവനാ. അകത്തെന്താ ഭയം വന്നേ? സഹോദരൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ നിനക്ക് ഭയം എന്താ വന്നേ? ഹലോ, എന്താ ഭയം വന്നേ? കാരണം ഇന്നലകളിൽ നീ അവനെ ചതിച്ചവനാ കേട്ടോ. അതുകൊണ്ടാ ഇന്ന് സഹോദരൻ വരുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് അകത്തൊരു കുറ്റബോധം ഉണ്ടാകുന്ന, ഒരു വേദന ഉണ്ടാകുന്നേ. സ്തോത്രം. നീ പ്രാഗൽഭ്യമുള്ളവനാണെങ്കിൽ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നീ അവനെ ചതിക്കാതെ വല്ല കൈവശമാക്കിയതാണെങ്കിൽ, നീ അവനെ ചതിക്കാതെ ഹല്ലേലൂയ അത് പലതും നേടിയതാണെങ്കിൽ നിനക്ക് കുറ്റബോധത്തിന്റെ കാര്യമില്ല. നീ അവനെ വഞ്ചിച്ചിട്ട്, നീ അവനെ ചതിച്ചിട്ട് നേടിയതാണെങ്കിൽ അവനെ കാണുമ്പോഴേ അകത്തൊരു ഭയവും ഒരു വേദനയുമാണ്. യാക്കോബ് ഇവിടെ വളരെ ഭാരപ്പെട്ടിരിക്കുക. ഏശാവ് വരുന്നത് കണ്ടപ്പോൾ തന്നെ പുള്ളി ആകെ ഒരുവിധം പരുവത്തിലായി. താൻ എന്താ ചെയ്തേ? തന്റെ ആടുമാടുകളെയും തന്റെ ഭാര്യമാരെയും യാബോക്ക് കടലിന് അക്കരെ കടത്തി. അനേകനായി യാബോക്കിന്റെ കടൽക്കരയിൽ രാത്രി കഴിക്കുക. അവിടെ നമുക്ക് കാണാൻ കഴിയും, അവിടെ ദൂതനുമായിട്ട് ഒരു വലിയ മൽപ്പിടുത്തം നടത്തുകയാണ്. എന്താണ് ഈ മൽപ്പിടുത്തം എന്നൊക്കെ പറയുന്നത്? നമ്മൾ ചിന്തിക്കുമ്പോൾ മല്ലയുദ്ധം. എന്താണ് ഇവിടെ മല്ലയുദ്ധം എന്നൊക്കെ പറയുന്നത്? നമുക്ക് ഹോശേയാവിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന് 12-ാം അധ്യായം 3-4 വാക്യങ്ങൾ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെ യാക്കോബ് സഹോദര കുതികാൽ പിടിച്ചു. അവൻ ദൂതനോട് പൊരുതി. എങ്ങനെ? അവൻ കരഞ്ഞവനോട് അപേക്ഷിച്ചു. എന്ന് വെച്ചാൽ എന്താ? ഈ രാത്രിയിൽ എന്താ അവൻ ചെയ്യുന്നത്? ഒരു മല്ലയുദ്ധം എന്നവിടെ പറയുന്നത് ദൈവസന്നിധിയിൽ നെടുപ്പാട് വീണ ഉപവസം പ്രാർത്ഥിക്കുന്ന, ഒരു വലിയ പ്രാർത്ഥന നടത്തുന്ന, മല്ലയുദ്ധം നടത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തെയാണ് യാബോക്കിന്റെ കടൽക്കരയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൂതനുമായിട്ട് വലിയ മൽപ്പിടുത്തം നടത്തുക, പ്രാർത്ഥനയിൽ പോരാടുകയാണ്. ഇന്ന് പകൽ ജീവിതത്തിന്റെ പ്രതികൂലത്തിന് നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു കർത്താവുണ്ട്. ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. കരയുന്ന ദൈവവൈദ്യരെ, പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ, കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വായിക്കാൻ കഴിപ്പാൻ ഒരു കാര്യമുണ്ട്. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു, അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. നിന്റെ സങ്കടങ്ങളും നിന്റെ കരച്ചിലും നിന്റെ വേദനകളും കണ്ട് അടങ്ങിയിരിക്കുന്നവനല്ല, അവൻ ഇറങ്ങി വന്നിനെ വിടുവിക്കുന്ന ദൈവമാ. നമുക്കറിയാം, യാക്കോബ് ഇവിടെ വലിയ മൽപ്പിടുത്തം നടത്തുകയാണ്. ദൂതൻ പറഞ്ഞ കാര്യം, എന്നെ വിട്. ഇല്ല, വിടുകയില്ല. യാക്കോബ് പറയുന്ന കാര്യം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. വലിയ യുദ്ധത്തിൽ കൂടി ദൂതനോട് പറയുക, ദൈവത്തോട് പറയുക, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഞാൻ എന്റെ പ്രാർത്ഥന ഞാൻ അവസാനിപ്പിക്കണമെങ്കിൽ, എന്റെ ഉപവാസം ഞാൻ അവസാനിപ്പിക്കണമെങ്കിൽ, ഈ യുദ്ധം ഞാൻ അവസാനിപ്പിക്കണമെങ്കിൽ എനിക്കൊരു അനുഗ്രഹം വേണം. എന്റെ മുൻപിലുള്ള പ്രതിയോഗി എന്നെ തകർക്കാതിരിക്കുവാൻ, എന്റെ മുൻപിലുള്ള പ്രതിയോഗിയുടെ കയ്യിൽ ഞാൻ വീണുപോകാതിരിക്കുവാൻ ഒരു അനുഗ്രഹം എനിക്ക് വേണം കേട്ടോ. എന്റെ സഹോദരൻ മുമ്പിൽ നിൽക്കുവാൻ ഒരു അനുഗ്രഹം എനിക്ക് വേണോ? അവനെന്നോട് ഇഷ്ടം തോന്നുവാൻ ഒരു അനുഗ്രഹം നീ എനിക്ക് തരണം. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നു. നിന്റെ പേരെന്താ? ചോദ്യം, നിന്റെ പേരെന്താ? എന്റെ പേര് യാക്കോബ് എന്നാണ്. യാക്കോബ് എന്ന് പറഞ്ഞ ചതിയൻ, കുതികാൽ പിടിക്കുന്നവൻ, വഞ്ചകൻ. എന്നാൽ ഇന്ന് മുതൽ നിന്റെ പേര് ഞാനിന്ന് മാറ്റാൻ പോകുകയാണ്. നിന്റെ പേരിനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഒറ്റ നിമിഷം കൊണ്ട് ഞാനൊരു കാര്യം ഇവിടെ പറയാം. യാക്കോബിനെ യാക്കോബ് എന്ന് തന്നെ അറിയപ്പെടുമ്പോൾ
അവന്റെ തലമുറ അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്നാണ്. ദൈവം കൊടുത്ത പേരാ, യാക്കോബിന് ദൈവം കൊടുത്ത പേരാ ഇസ്രായേൽ എന്ന്. യാക്കോബിനെ യാക്കോബ് എന്ന് അറിയപ്പെടുമ്പോൾ അവന്റെ തലമുറ ഇസ്രായേൽ എന്ന് ലോകം അറിയപ്പെടുകയാ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തിയ പിതാവിന്റെ തലമുറയ്ക്ക് സ്വർഗം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജാതിയായി, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി ലോകത്തിന്റെ ഒരു വലിയ ചിഹ്നമാക്കി അവരെ മാറ്റിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകലൊരു കാര്യം മനസ്സിലാക്കേ, ഒരൊറ്റ രാത്രി കൊണ്ട് നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് തലമുറയുടെ രൂപം മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറയുടെ സ്ഥിതികൾ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അറിയാത്ത, ചിന്തിക്കാത്ത പേര് അവരുടെ ജീവിതത്തിൽ സ്വർഗം നൽകി അവരെ മാനിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് പകൽ ദൈവമക്കളെ നാം അറിയേണ്ടിയിരിക്കുന്നു. സ്തോത്രം. നീ രക്ഷകനെ സ്വീകരിക്കുമെങ്കിൽ, ആ രക്ഷകൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെങ്കിൽ, നാം മറന്നുപോകല്ലേ, നിന്റെ സ്ഥിതി ദൈവം മാറ്റും. നിന്റെ സ്ഥിതി ദൈവം മാറ്റും. ഇന്ന് പകൽ അതിനായി നമുക്ക് ഏൽപ്പിക്കാം. ആ രക്ഷകനെ ഒന്ന് ജീവിതത്തിലേക്ക് കൈക്കൊള്ളുവാൻ, ആ രക്ഷകനെ നമ്മുടെ വീട്ടിലേക്കൊന്ന് സ്വീകരിക്കുവാൻ, ആ രക്ഷകനെ നമ്മുടെ ഭവനത്തിലേക്കൊന്ന് കൂട്ടിവരുത്തുവാൻ മരണത്തിന്റെ മേൽ അധികാരമുള്ള രക്ഷകൻ. സ്തോത്രം. നമുക്കറിയാം, ലാസറിന്റെ മരണത്തിൽ മാർത്തയും മറിയും വേദനപ്പെട്ടിരിക്കുന്ന സമയം, അതുവഴിയായി കടന്നു പോകുമ്പോഴൊക്കെ യേശു ആ ഭവനത്തിൽ ചെന്നിട്ടുണ്ട്. അവരുടെ സ്വീകരണങ്ങൾ അത് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ദൈവത്തിനും അധികാരികൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ സഹോദരൻ മരിക്കുന്നു, രോഗിയായി കിടക്കുന്നു വില പറഞ്ഞപ്പോൾ യേശു വന്നില്ല. 4 നാളായപ്പോൾ യേശു അവിടേക്ക് വരികയാണ്. യേശു വന്നാൽ നീ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കും. അത് നാറ്റം വെച്ച അവസ്ഥയാണെങ്കിലും, നാറി എന്ന് തോന്നിയാലും, അതില്ല എന്ന് പോയി ഇല്ലായി തീർന്നു എന്ന് ചിന്തിച്ചാലും, ഇന്ന് പകൽ മനസ്സിലാക്കുക, ലോകത്തിന് മുമ്പിൽ നാറ്റം വെച്ചു എന്ന് ചിന്തിച്ചാലും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നടത്തുവാൻ കഴിയുന്ന ഒരു രക്ഷകൻ, മരണത്തിലേക്ക് ജീവനിലേക്ക് നടത്തുവാൻ കഴിയുന്നവൻ ഇന്ന് പകൽ. സ്തോത്രം. മരണമാകുന്ന അല്ലെങ്കിൽ കല്ലറയ്ക്കകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു നല്ല രക്ഷകനുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ ജനമേ, നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? മരണം നിന്നെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ, മരണത്തിന്റെ പാതാള ഗോപുരങ്ങൾ നിന്നെ അമർത്തുവാൻ ശ്രമിക്കുമ്പോൾ, മരണത്തിന് ജീവനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നല്ല രക്ഷകൻ ഇന്ന് പകൽക്കാലം നമുക്കുണ്ട്. ആ രക്ഷകൻ നമുക്ക് സ്വീകരിക്കാം. ആ രക്ഷയെ നമുക്ക് കാണാം. ആ രക്ഷകനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ആ രക്ഷകനെ ആ ഭവനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ആ രക്ഷകൻ വന്നാൽ നിന്റെ സ്ഥിതി മാറും. ഒറ്റ രാത്രി മതി നിന്റെ സ്ഥിതി മാറുവാൻ. ഒറ്റ രാത്രി മതി. ഒന്നാൽ ഇരുട്ടി വെളുക്കുമ്പോൾ നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന, നിന്റെ തലമുറയുടെ പേര് ലോകത്ത് പ്രസിദ്ധമാകത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ദൈവപ്രവൃത്തിയുടെ വല്ലഭത്വം വെളിപ്പെടുവാൻ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം. ഇത് പകൽ നാം കേട്ടതായ ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ ഒന്നായി ഏൽപ്പിക്കുവാൻ, സമർപ്പിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ആ രക്ഷ എന്റെ ജീവിതത്തിലേക്ക് വരണമേ. ആ രക്ഷ എന്റെ ഭവനത്തിലേക്ക് വരണമേ. ആ രക്ഷ എന്റെ തലമുറയിലേക്ക് വരുത്തണമേ. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ രക്ഷ വന്നാൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നീ പ്രവേശിക്കും. ആ രക്ഷ വന്നാൽ നിന്റെ സ്ഥിതി മാറും. ആ രക്ഷ വന്നാൽ നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. പരിശുദ്ധ കർത്താവേ, ഇന്ന് പകൽ നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കൂടപ്പെട്ട ഞങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. പേരുപേരായി, വ്യക്തികളായി, കുടുംബമായി ദൈവം അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിലുണ്ടായിരുന്നതിനായി സ്തോത്രം. ജനത്തെ നീ ആദരിക്കണമേ കർത്താവേ. നിന്റെ മാറ്റമില്ലാത്ത വചനവും വാഗ്ദത്തവും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ.
തലമുറ തലമുറയായത് വെളിപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നീ മറന്നു കളയുന്ന ദൈവമല്ലല്ലോ. കാലങ്ങൾ കഴിഞ്ഞാലും ഹല്ലേലൂയ വാഗ്ദത്തം നിവർത്തിക്കും വരെ ഞങ്ങളെ നിലനിർത്തുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ വാഴ്ത്തുന്നു. ശിമയോൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ അവന്റെ ദൈവത്തിന്റെ അരുളപ്പാട് രക്ഷകനെ കാണുന്നത് വരെ ഹല്ലേലൂയ മരണം കാണുകയില്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ ആലോചന ശിമയോനുള്ളതുണ്ടായിരുന്നത് പോലെ കർത്താവേ നിന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നവരെ അവരെ ബലത്തോടെ അവിടെ നിർത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. തലമുറകളെ അനുഗ്രഹിക്കണമേ. അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തണമേ. സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തണമേ. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, ഭൗതികമായ മണ്ഡലങ്ങൾ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. അവിടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തണം. ദൈവത്തിന്റെ കൈകളുടെ കരം ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയാക്കുമാറാകണം. ഇന്ന് പകൽ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, വർഷിപ്പ് ചെയ്യുവാനൊക്കെയും സ്വർഗം അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. കർത്താവേ, പൈതനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ, അടികൾ അവിടുന്ന് സഹായിച്ചല്ലോ, ദാസ്യം ബലപ്പെടുത്തിയല്ലോ. കർത്താവേ, സ്വർഗം അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. ഈ മീഡിയയിൽ കൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. ദിവസങ്ങൾ ശ്രമിക്കുന്നവർക്കായി സ്തോത്രം. ഏവരെയും ദൈവം അനുഗ്രഹിക്കണം. ഇത് കേട്ട ദൈവത്തിന്റെ വചനം നിന്റെ ജനത്തിന് അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. വിടുതലായി മാറട്ടെ കർത്താവേ. ഒരു ദൈവ പ്രവൃത്തിയായി തീരട്ടെ കർത്താവേ. രക്ഷകനെ അറിയുവാൻ, രക്ഷകന്റെ സന്തോഷം അനുഭവിപ്പാൻ, ദൈവകൃപ അനുഭവിപ്പാൻ ജനത്തെ നീ ഒരുക്കണം. ആരും നശിച്ചു പോകാനിടയാകും. പ്രതികൂലമായ ഈ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലമായ COVID-19 പ്രതികൂലമായ സാഹചര്യത്തിൽ കർത്താവിന്റെ അളവറ്റ കൃപ നിന്റെ ജനം അനുഭവിപ്പാൻ ഇടയാക്കണം. നാമത്തെ മഹത്വപ്പെടുത്തി സൂക്ഷിപ്പാൻ സ്വർഗം അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. നിന്റെ കൃപയോട് പകർന്നതിനായി സ്തുതിക്കുന്നു. തിരുനാമത്തെ മഹത്വത്തിനാക്കി എന്റെ കർത്താവ് തീർക്കുമാറാകണം. തിരുരാജ്യത്തിന്റെ മഹത്വത്തിനായി പിന്നെ ജീവിപ്പാൻ സഹായിക്കുമാറാകണം. കൃപയിൽ പൊതിയണം. മഹത്വം കിടക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. നമുക്ക് സ്തോത്രം.